ഈ ചടങ്ങിലെല്ലാം പങ്കെടുക്കാൻ അവസരം വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉണ്ടായി. തുടക്കം മുതൽ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയായിരുന്നത്. അത് പങ്കെടുക്കാൻ കഴിയാതെ പോയത് അന്ന് ശബരിമലയിൽ പ്രത്യേകമായിട്ട് എത്തേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ ചില പ്രശ്നങ്ങൾ അത് കാരണം മാത്രം ഒരു പ്രാവശ്യം മാത്രം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ ജനപ്രതിനിധികളോടും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വിജയിച്ചവർ മാത്രമല്ല പരാജയപ്പെട്ട ആളുകളുണ്ട്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പരാജയപ്പെട്ടതും വിജയിച്ചതും എല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ സ്ഥിതി. കഴിഞ്ഞ 11 വർഷമായി ഫോക്ലോർ അക്കാദമിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടെ ഈ പരിപാടി നടത്തിയിരുന്നത്. ഏറ്റവും ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ പരിപാടി കൂടുതൽ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഓരോ വർഷം കഴിയുമ്പോഴും കാണാൻ വേണ്ടിയിരിക്കുന്നത്. നമ്മുടെ എൻ്റെ സംഘാടനയുടെ പ്രധാന സംഘാടകനായിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായ രമേശ് കുടുംബത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ എല്ലാ വ്യക്തികളെയും, അതോടൊപ്പം തന്നെ ഫോക്ലോർ അക്കാദമിയുടെ സഹായമുണ്ട്. അതിന് വേണ്ടി കാശൊന്നും കൊടുക്കുന്നില്ല, പേര് മാത്രമേ ഉള്ളൂ. എന്തായാലും ഫോക്ലോർ അക്കാദമി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് നല്ല കാര്യമാണ്. നമ്മുടെ കയ്യിൽ കലാകാരന്മാരുടെ ചേർന്നിട്ടുണ്ട്. അവരുടെ ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ദീർഘമായിട്ടൊന്നും തന്നെ സംസാരിക്കാൻ സന്ദർഭമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ള കാര്യമാണ് എന്നാണ് കരുതുന്നത്. ഓരോ വർഷവും മെമ്പർമാരെല്ലാവരും മുന്നോട്ട് കടക്കുന്നില്ല. കിട്ടിയത് മതി. പൊസിഷൻ എങ്ങനെയാണ്? ഷെമീർ കൊടുത്തി രമേശ് എത്തിക്കോട്ടെ. ഉള്ള പണിയതാണ് പണിയതല്ലേ എത്തിക്കോ. ഇട തിരിഞ്ഞു വെക്കൂ. ആ മേഡം 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 ശങ്കർജി സൈഡ് കാണാൻ എനിക്കാണല്ലോ. ആരും കാണാൻ ഞാൻ ഓഫീസ് ഇങ്ങോട്ട് പിടിച്ചിരിക്കുക, ഇങ്ങോട്ടാണ് തിരിക്കുക, അങ്ങോട്ട്. എന്താ ഷെമീർ ഷെമീർ കണ്ടോ? ശങ്കർജി അങ്ങോട്ട് തിരിഞ്ഞു.